നമസ്കാരം, ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മലപ്പുറം FC തൃശൂർ മാജിക് FCയെ നേരിടും. കഴിഞ്ഞ സീസണിലെ മോശം പ്രകടനത്തിന് ശേഷം കിരീടം ലക്ഷ്യമിട്ടാണ് ഇരു ടീമുകളും ഇറങ്ങുന്നത്. മത്സരം മലപ്പുറം പയ്യനാട് സ്റ്റേഡിയത്തിൽ. പുതിയ സീസണ് മുന്നോടിയായി സ്പാനിഷ് മുന്നേറ്റ നിര താരമായ കോൾഡോ ഒബിയേറ്റുമായി ഒരു വർഷത്തെ കരാർ ഒപ്പുവെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് FC. 31-കാരനായ കോൾഡോ സ്പാനിഷ് ക്ലബ്ബായ റിയൽ യൂണിയനിൽ നിന്നാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ വിദേശ സൈനിംഗ് കൂടിയാണിത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ക്യാമ്പ് ഈ മാസം 7-ന് ഗോവയിൽ ആരംഭിക്കുന്നതോടെ കോൾഡോയും ടീമിനൊപ്പം ചെയ്യും. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യ കൂറ്റൻ ലീഡിലേക്ക്. രണ്ടാം ദിനം സ്റ്റംപ് എടുക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 448 റൺസ് എടുത്തു. നിലവിൽ ഇന്ത്യക്ക് 286 റൺസിന്റെ ലീഡുണ്ട്. രണ്ടാം ദിനം KL രാഹുലിനും പിന്നാലെ ധ്രുവ് ജുറേലിനും രവീന്ദ്ര ജഡേജയ്ക്കും സെഞ്ചുറി. ജുറേലിന്റെ കന്നി സെഞ്ചുറിയാണ് അഹമ്മദാബാദിൽ പിറന്നത്. വിൻഡീസിനായി ക്യാപ്റ്റൻ റോസ്റ്റൺ ചേസ് 2 വിക്കറ്റ് വീഴ്ത്തി. 2026 ഫിഫ ലോകകപ്പിനുള്ള പന്ത് അവതരിപ്പിച്ചു. ട്രയോണ്ട എന്ന പേരിലുള്ള പന്ത് ന്യൂയോർക്കിൽ നടന്ന ചടങ്ങിലാണ് അവതരിപ്പിച്ചത്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സവിശേഷതകൾ ഉൾക്കൊള്ളിച്ചാണ് പന്തിന്റെ രൂപകൽപ്പന. ലോകകപ്പിന് വേദിയാകുന്ന അമേരിക്ക, മെക്സിക്കോ, കാനഡ രാജ്യങ്ങളുടെ വർണ്ണ പാലറ്റുകളും സാംസ്കാരികതയും പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് പന്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രൈം വോളിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് ഹീറോസിന് തോൽവിയോടെ തുടക്കം. ആതിഥേയരായ ഹൈദരാബാദ് ബ്ലാക്ക് ബോൾസിനോട് നേരിട്ടുള്ള സെറ്റുകൾക്ക് തോറ്റു. ഹൈദരാബാദിന്റെ പൌളോലോ മൌനേരിയാണ് കളിയിലെ താരം. ഡിസംബറിൽ ഇന്ത്യയിൽ വരുമെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. 4 നഗരങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാനായി ഡിസംബർ 14-ന് കൊൽക്കത്തയിലെത്തുന്ന മെസ്സി തുടർന്ന് അഹമ്മദാബാദ്, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലെ പരിപാടികളിലും പങ്കെടുക്കും. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനും സാധ്യതയുണ്ട്. ഫുട്ബോളിനോട് അഭിനിവേശമുള്ള നാട്ടിലേക്കുള്ള തിരിച്ചുവരവ് ബഹുമതിയായാണ് കാണുന്നതെന്നും 14 വർഷം മുൻപ് ഇന്ത്യയിൽ കളിക്കാനെത്തിയത് അവിസ്മരണീയമായ അനുഭവമായിരുന്നുവെന്നും മെസ്സി കുറിപ്പിൽ പറഞ്ഞു. വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാൻ ടീമുമായി ഹസ്തദാനം നടത്തില്ലെന്ന് BCCI അറിയിച്ചു. 5-ന് കൊളംബോയിലാണ് ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം. മാച്ച് റഫറിക്കൊപ്പമുള്ള ഫോട്ടോഷൂട്ടും ഉണ്ടാകില്ലെന്ന് BCCI അറിയിച്ചു. ഏഷ്യാകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഹസ്തദാനം ഒഴിവാക്കിയതിന്റെ തുടർച്ചയായാണ് തീരുമാനം.